ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് ഹെൻസെറ്റ്. ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ദാറ്റ് ഗീവ്സ് യു ദ ഐഡിയ ദാറ്റ് ദ വൈസ് മെൻ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് അബൌട്ട് ദ കോൺ. വൈസ് മെന്നിന് കോണിനെ കുറിച്ച് ഒരു ഐഡിയയും കിട്ടിയില്ല എന്ന് മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞു തരുന്ന സെൻറ്റൻസുകൾ ടെസ്റ്റിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഇതാണ് ആൻസർ. ദ വൈസ് മെൻ തോട്ട് ആൻഡ് തോട്ട് ബട്ട് കുഡ്ന്റ് മേക്ക് ഹെഡ് ഓർ ടെയിൽ ഓഫ് ഇറ്റ്. Second question: the learned man failed to find an answer about the corn. What do you think the king would do next? ലേൺഡ് മെന്നിന് കിങ് പറഞ്ഞതുപോലെ ലേൺഡ് മെന്നിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കോണിനെ കുറിച്ച് ഒരു ആൻസറും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അതിലവർ ഫെയിലായി. അടുത്ത കിങ് എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. ദ കിങ് വുഡ് ഗെറ്റ് ദ ഹെൽപ്പ് ഓഫ് ഓൾഡ് മെൻ, എസ്പെഷ്യലി ദ ഓൾഡ് പെസൻസ് ഇൻ ഹിസ് കിങ്ഡം. കിങ് എന്ത് ചെയ്യും? അടുത്ത് തൻ്റെ കിങ്ഡത്തിലുള്ള വയസ്സായ ആൾക്കാരെ, എസ്പെഷ്യലി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആരെയാണ്? ഓൾഡ് പെസൻസിനെ, അല്ലെങ്കിൽ അവരെടുത്ത് സഹായം തേടും. തേർഡ് ക്വസ്റ്റ്യൻ: വൈ ഡിഡ് ദ പെസൻറ്റ് സജസ്റ്റ് ദാറ്റ് ഹിസ് ഫാദർ മൈറ്റ് ഗിവ് എ ബെറ്റർ സൊല്യൂഷൻ? എന്തുകൊണ്ടാണ് ആ പെസൻ, ആ കർഷകൻ പറഞ്ഞത് തൻ്റെ അച്ഛൻ ഒരു ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ തരുമെന്ന്, നല്ലൊരു ഉത്തരം തരുമെന്ന്? ആൻസർ: ഹിസ് ഫാദർ ഹു ഈസ് ഓൾഡർ ആൻഡ് മോർ എക്സ്പീരിയൻസ്ഡ് മൈറ്റ് നോ വെയർ സച്ച് കോൺ ഗ്രൂ. തൻ്റെ അച്ഛൻ, പ്രസിഡൻ്റ് അച്ഛൻ വളരെ ഓൾഡാണ്, പോരാത്തതിന് അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസും ഉണ്ട്. അതുകൊണ്ട് ഇതേപോലത്തുള്ള കോണുകൾ എവിടെയാണ് വളർന്നതെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു തരാൻ പറ്റും. ഫോർത്ത് ക്വസ്റ്റ്യൻ: ഫോർ ഇൻ മൈ ടൈം മണി വാസ് നോട്ട് യെറ്റ് ഇൻ യൂസ്. ഹൗ വുഡ് ദ പീപ്പിൾ ഹാവ് ഗോട്ട് ദ ഗ്രെയിൻ ദേ വാണ്ടഡ്? അദ്ദേഹത്തിൻ്റെ സമയത്ത് പണം നിലവിലില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഗ്രെയിൻ, വെജിറ്റബിൾസ് അതുപോലത്തുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അവർ വാങ്ങിയിരുന്നത്? They would have exchanged their other agricultural products with farmers. ഫാമേഴ്സിൻ്റെ അടുത്ത് തങ്ങളുടെ മറ്റുള്ള അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്ത്, അതായത് അരി വേണമെന്നുള്ളവർ അവർക്ക് എന്ത് ചെയ്യുന്നു, വേറെ ഏതെങ്കിലും ഗ്രെയിന്, ഗോതമ്പ് കൊടുക്കുന്നു. അങ്ങനെ ഗോതമ്പ് കൊടുത്ത് അരി വാങ്ങുന്നു. അതാണ് എക്സ്ചേഞ്ച് ചെയ്ത്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങുന്നു എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: വാട്ട് ഡിഫറൻസ് ഡു യു സീ ഇൻ ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ ഓൾഡ് പെസൻ? ഗ്രാൻഡ് ഫാദറിലും ഓൾഡ് പെസനിലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ദി ഗ്രാൻഡ് ഫാദർ കുഡ് വാക്ക് ഈസിലി വിത്തൗട്ട് ക്രച്ചസ്. ക്രച്ചസ് ഇല്ലാതെ, ഊന്നുവടി ഇല്ലാതെ ഗ്രാൻഡ് ഫാദറിന് നടക്കാൻ പറ്റുന്നു. ഹിസ് ഐസ് വെയർ ക്ലിയർ, ഹിസ് ഹിയറിംഗ് ഗുഡ് ആൻഡ് ഹി സ്പോക്ക് ഡിസ്റ്റിങ്ക്ട്ലി അൺലൈക്ക് ഹിസ് ഗ്രാൻഡ് സൺ. അദ്ദേഹത്തിന് നല്ല കാഴ്ചയുണ്ടായിരുന്നു, പോരാത്തതിന് നല്ലവണ്ണം കേൾക്കാനും പറ്റുന്നുണ്ടായിരുന്നു. തൻ്റെ ഗ്രാൻഡ് സൺ, തൻ്റെ ചെറുമകനേക്കാളും നല്ല ദൂരത്ത് നിന്ന് വരെ അദ്ദേഹത്തിന് സംസാരിക്കാനും കഴിയുന്നുണ്ട്, കേൾക്കാനും കഴിയുന്നുണ്ട്. ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. സിക്സ്ത് ക്വസ്റ്റ്യൻ: What details of the grain did the grandfather give? ഗ്രാൻഡ് ഫാദർ ആ ഗ്രെയിനിനെ കുറിച്ചുള്ള എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് കൊടുത്തത്? ബിഗ് കോൺ ഗ്രൂ എവരിവെയർ. ആ വലുതായിട്ടുള്ള കോണില്ലേ, അത് എല്ലാ സ്ഥലത്തും വളർന്നിരുന്നു. പീപ്പിൾ കൾട്ടിവേറ്റഡ് കോൺ ടുഗദർ. മനുഷ്യർ അല്ലെങ്കിൽ ജനങ്ങൾ കോണെല്ലാം ഒരുമിച്ചായിരുന്നു കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ സിൻ മെൻഷൻഡ് ബൈ ദ ഗ്രാൻഡ് ഫാദർ? ഗ്രാൻഡ് ഫാദർ ഇവിടെ പരാമർശിച്ച പാപം എന്താണ്? സിൻ എന്ന് വെച്ചാൽ പാപം എന്നാണ് അർത്ഥം. Buying and selling of grains for earning money was considered as a sin in grandfather's time. Buying and selling grain, അതായത് ധാന്യങ്ങൾ പണം കൊടുത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതായിരുന്നു ഗ്രാൻഡ് ഫാദറിൻ്റെ സമയത്ത് ഒരു സിന്നായിട്ട്, പാപമായിട്ട് കണ്ടിരുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ: വാട്ട് മോറൽ ഡു യു ലേൺ ഫ്രം ദ ഓൾഡ് മാൻസ് വേർഡ്? ഓൾഡ് മാൻ്റെ വാക്കിൽ നിന്നും എന്ത് മോറലാണ്, എന്ത് ഗുണപാഠമാണ് നിങ്ങൾക്ക് കിട്ടിയത്? വി ഹാവ് ടു ലിവ് ബൈ അവർ ഓൺ ലേബർ, live according to God's law and don't covet the things of others. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അധ്വാനിച്ച് ജീവിക്കുക, ദൈവത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കാതെ, അല്ലെങ്കിൽ അവർക്ക് തെറ്റുകളും പാപങ്ങളും ഒന്നും ചെയ്യാതെ ജീവിക്കുക. ലെറ്റ്സ് റീവിസിറ്റ് എന്ന് പറയുന്നതിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ദ വൈസ് മാൻ ട്രൈ ടു ഫൈൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ കോൺ? എങ്ങനെയാണ് ആ വൈസ് മാൻ കോണിൻ്റെ ഡീറ്റെയിൽസിനെ അന്വേഷിച്ചത്? ദ വൈസ് മാൻ പോണ്ടേർഡ് ഓവർ ദ കോൺ ആൻഡ് റെഫേർഡ് ടു ദ ഡിഫറെൻറ്റ് ബുക്സ്. ആ വൈസ് മാൻ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും പിന്നെ ഒരുപാട് ബുക്കുകളിൽ റെഫർ ചെയ്യുകയും ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വൈ വാസ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഹെൽത്തിയർ ദാൻ ഹിസ് സൺ ആൻഡ് ഗ്രാൻഡ് സൺ? എന്തുകൊണ്ടാണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ തൻ്റെ മകനെയും കൊച്ചുമകനെയും കാണും ആരോഗ്യവാനായിരുന്നത്? ഓക്കെ, അതിൻ്റെ കാരണമാണ് നമ്മൾ എഴുതേണ്ടത്. ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹാഡ് ഏൺഡ് ഹിസ് ലിവിങ് ത്രൂ ഹിസ് ഓൺ ലേബർ. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, പോരാത്തതിന് താൻ സ്വന്തമായി ജോലി ചെയ്തായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നതും പണം കണ്ടെത്തിയിരുന്നതും. ഹൗ ഡിഡ് ദ കിങ് ബിക്കം അവെയർ ഓഫ് ദ മെറിറ്റ് ഓഫ് ലേബർ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി?
കഥയുടെ അവസാനത്തിൽ രാജാവ് എങ്ങനെയാണ് തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. When the great-grandfather explained that men during his times lived by their own labor without being selfish and that they were much healthier, the king understood the merits of labor. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അവർ ജീവിച്ചിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ലേബർ ചെയ്യുന്നത്, സെൽഫിഷ് ആയിട്ടല്ലാതെ സ്വയം മാത്രം അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിരുന്നപ്പോഴാണ് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്തതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കിങ് ലേബറിൻ്റെ മെറിറ്റ്സിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ആയത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ ഓൾഡൻ ഡേയ്സ്. ഓൾഡൻ ഡേയ്സിൽ പഴയ കാലത്തുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ എങ്ങനെയായിരുന്നു? മെൻ ലിവ്ഡ് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് നേച്ചർ. മനുഷ്യർ എങ്ങനെയായിരുന്നു? നേച്ചറിൻ്റെ നിയമത്തിനനുസരിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. ദേ ഹാഡ് വാട്ട് വാസ് ദെയർ ഓൺ ആൻഡ് കവേർഡ് നോട്ട് വാട്ട് അതേഴ്സ് ഹാഡ് പ്രൊഡ്യൂസ്ഡ്. തങ്ങൾക്ക് എന്താണ് ഉണ്ടായിരുന്നത് അത് വെച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പോരാത്തതിന് മറ്റുള്ളവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നതെന്ന് അവർ മോഷ്ടിച്ചിരുന്നില്ല. ദ ലാൻഡ് ബിലോങ് ടു ആൾ. എല്ലാവർക്കുമായിരുന്നു ലാൻഡ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. സ്വന്തമായിട്ട് അങ്ങനെയില്ലായിരുന്നു, എല്ലാവർക്കും ഒരേ തുല്യ അവകാശമായിരുന്നു. ഫസ്റ്റ് ആക്ടിവിറ്റി, ദി ജേർണി ഓഫ് ദ ബിഗ് ഗ്രെയിൻ ഓഫ് കോൺ സ്റ്റാർട്ടഡ് വെൻ ദ ചിൽഡ്രൻ പ്ലേയിങ് ഫൗണ്ട് ദ കോൺ ഇൻ എ റവൈൻ ആൻഡ് എൻഡഡ് വെൻ ഇറ്റ് റീച്ച്ഡ് ദ ഓൾഡ് പേഴ്സൺസ് ഗ്രാൻഡ് ഫാദർ ഹു അൺഫോൾഡഡ് ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ ഗ്രെയിൻ. അപ്പം ഈ ഗ്രെയിനിൻ്റെ സ്റ്റോറി തുടങ്ങിയത് ആ റവൈനിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ഓൾഡ് പെസൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് എത്തിയത് ആ ഗ്രെയിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും തുറന്ന് കാണിച്ചു. ലെറ്റ്സ് കംപ്ലീറ്റ് ദ ജേർണി ഓഫ് ദ ബിഗ് ഗ്രെയിൻ ഓഫ് കോൺ ബൈ ഫില്ലിംഗ് ഇൻ ദ എം ടി ബോക്സസ്. ഇവിടെ കുറച്ച് എം ടി ബോക്സസ് ഉണ്ട്, ഞാൻ ഫില്ല് ചെയ്താണ് വെച്ചിരിക്കുന്നത്, ആൻസർ ഉൾപ്പെടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചിൽഡ്രൻ്റെ അടുത്ത് ഗ്രെയിൻ എത്തി. അത് കഴിഞ്ഞ് ട്രാവലർ ചിൽഡ്രൻ്റെ കയ്യിൽ നിന്ന് ഗ്രെയിൻ വാങ്ങിച്ച് കിങ്ങിന് കൊടുത്തു. കിങ് പെസൻ്റെ ഫാദറിനെ വിളിച്ചു. ആ പെസൻ്റെ ഫാദർ ഓൾഡ് പെസനെ വിളിച്ചു. ഓൾഡ് പെസൻ കഴിഞ്ഞ് വൈസ്മാൻ, അത് കഴിഞ്ഞ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ നമുക്കിത് ആൻസർ നോക്കാം. ആൻസർ നോക്കുമ്പോൾ ഫസ്റ്റ് ചിൽഡ്രൻ വരുന്നു, അത് കഴിഞ്ഞ് ട്രാവൽ വരുന്നു, അത് കഴിഞ്ഞ് കിങ് വരുന്നു. ഇവിടെ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പെസൻ ഫാദർ അല്ല ആദ്യം വരുന്നത്, വൈസ്മെന്നാണ് ആദ്യം വരുന്നത്. വൈസ്മെൻ കഴിഞ്ഞ് ഓൾഡ് പെസൻറ്റ് വരുന്നു. ഓൾഡ് പെസൻ്റാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനെ, അതായത് പെസൻ ഫാദറിനെ വിളിച്ചത്. അത് എവിടെയാണ് വരുന്നത്? ഈ ഭാഗത്താണ് വരുന്നത്. അത് കഴിഞ്ഞ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ആൻസർ ഒന്നുകൂടി നോക്കിക്കോളൂ. ആദ്യം ചിൽഡ്രൻ വരുന്നു, അത് കഴിഞ്ഞ് ട്രാവലർ വരുന്നു, അത് കഴിഞ്ഞ് കിങ് വരുന്നു, അത് കഴിഞ്ഞ് വൈസ്മെൻ വരുന്നു. കിങ് വൈസ്മെന്നെ വിളിക്കുന്നു. അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓൾഡ് പെസൻ്റെ ഫാദറിനെ വിളിക്കുന്നു, അല്ല ഓൾഡ് പെസനെ വിളിക്കുന്നു. ഓൾഡ് പെസൻ വന്നതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലാകാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനെ പെസൻ ഫാദറിനെ വിളിക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിലാകാത്തതുകൊണ്ട് ഗ്രാൻഡ് ഫാദറിനെ കൊണ്ടുവരുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷനാണ്. ദ കിങ് സെൻഡ് ഫോർ ദ ഓൾഡ് മാൻസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഹി വാസ് ബോട്ട് ബിഫോർ ദ കിങ്. കിങ് ഓൾഡ് മാൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചു, അദ്ദേഹത്തെ കിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുവരികയും ചെയ്തു. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ. കിങ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഗ്രെയിൻ കാണിച്ചു കൊടുത്തു. ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ലുക്ക്ഡ് അറ്റ് ഇറ്റ് ആൻഡ് സ്മൈൽഡ്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അതിനെ ഒന്ന് നോക്കിയിട്ട് ചിരിച്ചു. ഇമാജിൻ ആൻഡ് റൈറ്റ് ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. കിങ്ങും ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും ആ സമയത്ത് സംസാരിക്കാവുന്ന കോൺവെർസേഷനെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഇതാണ് കോൺവെർസേഷൻ. കിങ്, ഡിയർ ഗ്രാൻഡ് ഫാദർ, ക്യാൻ യു ടെൽ മീ വെയർ ദിസ് കോൺ വാസ് ഗ്രോൺ. കിങ് പറയാണ്, ഡിയർ ഗ്രാൻഡ് ഫാദർ, താങ്കൾക്ക് പറയാമോ ഈ കോൺ എവിടെയാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് വളർന്നിരുന്നതെന്ന്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ റിപ്ലൈ ചെയ്യുന്നു, എവരിവെയർ വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഇത് എല്ലാ സ്ഥലത്തും വളർന്നിരുന്നു. വി വെയർ ഫെഡ് ഓൺ ഇറ്റ്. ഞങ്ങൾ ഇതായിരുന്നു കഴിച്ചിരുന്നത്, യുവർ ഹൈനസ്. അടുത്ത കിങ് പറയാണ്, ഡു യു ബൈ ഇറ്റ് എനിവെയർ. നിങ്ങളിത് എവിടെയെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടോ. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, നെവർ യുവർ ഹൈനസ്. ഗ്രാൻഡ് ഫാദർ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്, ഇല്ല രാജാവേ, വി തോട്ട് എ സിൻ ടു ബൈ ഓർ സെൽ എനിത്തിങ്. ഞങ്ങൾ വിചാരിച്ചത് എന്താണ്, ഇതൊരു പാവമായിട്ടാണ്, ഇതിനെ പണം കൊടുത്ത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് ഒരു പാവമായിട്ടായിരുന്നു കണ്ടിരുന്നത്. കിങ്, വെയർ ഡിഡ് യു ഗ്രോ കോൺ ലൈക്ക് ദിസ്. നിങ്ങൾ എവിടെയാണ് ഇതേപോലത്തുള്ള കോണുകളെല്ലാം വളർത്തിയിരുന്നത്, ഗ്രോ ചെയ്തിരുന്നത്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ റിപ്ലൈ ചെയ്യുകയാണ്, മൈ ഫീൽഡ് വാസ് ഗോഡ്സ് എർത്ത്. എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എർത്തായിരുന്നു. നോബഡി ദെൻ ഓൺഡ് എനി ലാൻഡ്. ആ സമയത്ത് ആരും എന്ത് ചെയ്യുന്നു, ലാൻഡിനെ ഓൺ ചെയ്തിരുന്നില്ല, അതായത് നിലത്തെ സ്വന്തമായി കരുതിയിരുന്നില്ല. കിങ് റിപ്ലൈ ചെയ്യാണ്, വിൽ യു പ്ലീസ് ആൻസർ 2 more questions ഓഫ് മൈൻ. താങ്കൾ എൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസിന് കൂടി
2 ചോദ്യങ്ങൾ കൂടി ഉത്തരം നൽകാമോ? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ റിപ്ലൈ തരികയാണ്, ഷുവർലി മൈ ലോർഡ്, തീർച്ചയായും രാജാവേ എന്ന് പറയാണ്. കിങ്, വൈ ഡിഡ് ദ എർത്ത് ബെയർ സച്ച് ഗ്രെയിൻസ് ദെൻ ആൻഡ് ഹാസ് സീസ് ടു ഡു സോ നൗ? വൈ ആർ യു ഹെൽത്തിയർ ദാൻ യുവർ സൺ ആൻഡ് ഗ്രാൻഡ് സൺ? ആദ്യത്തെ ചോദ്യം എന്താണ്? ആ സമയത്ത് ഇതേപോലുള്ള ഗ്രെയിനുകളെല്ലാം എർത്തിൽ വളർന്നിരുന്നു, പക്ഷേ ഇപ്പോഴതില്ല, അത് എന്തുകൊണ്ടാണ്? അടുത്ത ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ മകനേക്കാളും മരുമകനേക്കാളും എങ്ങനെയാണ് ഇപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുന്നത്? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ റിപ്ലൈ കൊടുക്കുകയാണ്, ഐ ലിവ് ബൈ മൈ ഓൺ ലേബർ അക്കോർഡിംഗ് ടു ഗോഡ്സ് ലോ ആൻഡ് ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ഹാവ്. ഞാൻ എൻ്റെ സ്വന്തം അധ്വാനത്തിലാണ് ജീവിച്ചിരുന്നത്, ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ കാരണത്താലാണ് എൻ്റെ സാധനങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരുന്ന സാധനങ്ങൾ വെച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. മൂന്നാമതായി നോക്കിക്കോളൂ, ഇവിടെ ഒരു പിക്ചറുണ്ട്. രണ്ട് ബാസ്ക്കറ്റിലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വച്ചിട്ടുണ്ട്. ഓക്കെ, ഡു യു സീ ഫ്ലൈസ് ഹോവറിങ് ഓവർ ദ ഫ്രൂട്ട്സ് ഇൻ ബാസ്ക്കറ്റ് എ? ബാസ്ക്കറ്റ് എയിൽ ഇടതുവശത്തുള്ള ബാസ്ക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈച്ചകളും കൊതുകുകളും എല്ലാം അതിന് ചുറ്റും ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. വൈ ഡു യു തിങ്ക് ദർ ആർ നോ ഫ്ലൈസ് അറൗണ്ട് ദ ഫ്രൂട്ട്സ് ഇൻ ബാസ്ക്കറ്റ് ബി? ബാസ്ക്കറ്റ് ബിയിൽ നോക്കുമ്പോൾ അവിടെ ഒരു ഈച്ചയോ ഒരു കൊതുകോ ഒന്നുമില്ല. ഡിസ്കസ് ആൻഡ് റൈറ്റ്. ഇതിന് ഉത്തരം എന്തെന്നാണ് ചോദ്യം. ദ ഫ്രൂട്ട്സ് ഇൻ ബാസ്ക്കറ്റ് ബി ആർ കോട്ടഡ് വിത്ത് പെസ്റ്റിസൈഡ്സ്, ഹെൻസ് ദർ ആർ നോ ഫ്ലൈസ് ഓൺ ഇറ്റ്. ബാസ്ക്കറ്റ് ബിയിലുള്ള ഫ്രൂട്ട്സ് എല്ലാം പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ തളിച്ചതായിരുന്നു, അതുകൊണ്ടാണ് അതിലൊരു ഈച്ചകളോ കൊതുകളോ ഒന്നും ഇല്ലാത്തത്. അപ്പം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസിൽ മാത്രമേ ഇതേപോലുള്ള ഈച്ചകളും കൊതുകളും ഫ്ലൈസ് എല്ലാം വന്നിരിക്കാറുള്ളൂ. ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചുള്ള ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒന്നും ഫ്ലൈസ് വന്നിരിക്കാറില്ല. ആക്ടിവിറ്റി 4 നോക്കിക്കോളൂ. ഇൻ കേരള വി ബൈ മോസ്റ്റ് ഓഫ് ദ വെജിറ്റബിൾസ് ആൻഡ് ഫുഡ് ഐറ്റംസ് ഫ്രം ദ മാർക്കറ്റ്. നമ്മുടെ കേരളത്തിൽ വെജിറ്റബിൾസും ഫുഡ് ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണയായിട്ട് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നത്. ബട്ട് ദർ ആർ മെനി പീപ്പിൾ ഹു ഗ്രോ വെജിറ്റബിൾസ് ആൻഡ് ഫുഡ് ഗ്രെയിൻസ് ഇൻ ദെയർ ഹൗസസ്, ഫാം, സ്കൂൾസ്. പക്ഷേ മിക്ക ആൾക്കാരും, അല്ലെങ്കിൽ ഏകദേശം പേരും ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? സ്കൂളുകളിൽ, ഫാമുകളിൽ, വീടുകളിലെല്ലാം എന്ത് ചെയ്യുന്നു? വെജിറ്റബിൾസും ഫുഡ് ഗ്രെയിൻസുകളെല്ലാം വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ എ, നെയിം സം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ദാറ്റ് യു ക്യാൻ കൾട്ടിവേറ്റ് അറ്റ് ഹോം ഇൻ യുവർ സ്കൂൾ ഓർ ഇൻ യുവർ സ്കൂൾ. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന് ഉത്തരം എഴുതുക. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സ്കൂളിലോ നിങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും പേരെഴുതുക. ഓക്കെ, നമുക്കതിൽ ബി നോക്കാം. നൗ റൈറ്റ് ഡൗൺ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രോയിങ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അറ്റ് ഹോം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വീടുകളിലും പിന്നെ സ്കൂളുകളിലെല്ലാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും വളർത്തുന്നതിൻ്റെ അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദ ഫോളോയിങ് ഹിൻസ് വിൽ ഹെൽപ്പ് യു. താഴെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹിൻസ് നമുക്ക് നോക്കാം. ഫ്രഷ്, പെസ്റ്റിസൈഡ് ഫ്രീ, ഹെൽത്തി ലൈഫ്, ന്യൂട്രീഷൻ, സ്ട്രെസ് റിഡക്ഷൻ, സാറ്റിസ്ഫാക്ഷൻ, അഡീഷണൽ ഇൻകം, നാച്ചുറൽ മാനുവർ. ഇപ്പോൾ ഫ്രഷ് എന്നാണ്, പെസ്റ്റിസൈഡ് ഫ്രീ, കീടനാശിനികളില്ലാത്തത്, ഹെൽത്തി ലൈഫ്, നല്ല ലൈഫ് നമുക്ക് കിട്ടുന്നു, ന്യൂട്രീഷ്യസ്, പോഷക ഗുണങ്ങളുള്ളത്, സ്ട്രെസ് റിഡക്ഷൻ എന്ന് വെച്ചാൽ ടെൻഷൻ ഇല്ലാത്തത്, സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് തൃപ്തി, അഡീഷണൽ ഇൻകം എന്ന് വെച്ചാൽ എക്സ്ട്രാ നമുക്ക് കൂടുതലായിട്ട് പണം കിട്ടുന്നു, നാച്ചുറൽ മാനുവർ, സാധാരണയായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങളാണ് ആവശ്യം. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുക? നമുക്കൊരു പാരഗ്രാഫായിട്ട് എഴുതാം. അപ്പോൾ ഉത്തരം ഇതാണ്. വി ക്യാൻ ലീഡ് എ ഹെൽത്തി ലൈഫ് ബൈ കൾട്ടിവേറ്റിംഗ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അറ്റ് ഹോം. വീടുകളിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വളർത്തുന്നതിലൂടെ, കൾട്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നു. വി മസ്റ്റ് ട്രൈ ടു യൂസ് ഓൺലി നാച്ചുറൽ മാനുവർ ഇൻ അവർ ഫാം. നമ്മുടെ ഫാമിൽ നാച്ചുറൽ മാനുവർ മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. Studies have proven that cultivation and consumption of certain vegetables and fruits can reduce our stress. പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, ചില പ്രത്യേക തരത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളെല്ലാം കഴിക്കുന്നതിലൂടെ നമുക്ക് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. They not only give fresh and nutritious food but can also be a source of income for our family. അവർ എന്തുമാത്രം ചെയ്യുന്നതല്ല, ന്യൂട്രീഷ്യസും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രം തരുന്നതല്ല, ഫുഡ് മാത്രം തരുന്നതല്ല, നമ്മളെ ഫാമിലിക്കൊരു സോഴ്സ് ഓഫ് ഇൻകം കൂടിയാണ്, പണം കിട്ടുന്നതിന് ഒരു മാർഗവും കൂടിയാണ്. ആസ് ദേ ആർ ഫ്രീ ഫ്രം പെസ്റ്റിസൈഡ്സ് ദേ ക്യാൻ നെവർ കോസ് ഡിസീസസ് ലൈക്ക് ക്യാൻസർ, ലിവർ സിറോസിസ് എക്സെട്ര. പെസ്റ്റിസൈഡ്സ്, കീടനാശിനി മുക്തമായതുകൊണ്ട് നമുക്ക് ആ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നതിലൂടെ ഡിസീസസ്, ക്യാൻസറും ലിവർ സിറോസിസും പോലത്തുള്ള മാരകമായ അസുഖങ്ങളും വരാതിരിക്കുന്നു. ആക്ടിവിറ്റി 5. ദ കിങ് ഡിസൈഡഡ് ടു ഓണർ ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ ഓണർ ചെയ്യാൻ, അഭിനന്ദിക്കാൻ കിങ് തീരുമാനിച്ചു. ഹി ഓർഗനൈസ്ഡ് എ ഫംഗ്ഷൻ ടു ഫെസിലിറ്റേറ്റ് ഹിം. അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യാൻ കിങ് തീരുമാനിച്ചു. ദ ഗ്രേറ്റ്
grandfather made a speech about the difference between the lifestyle and methods of farming during his own time and that of the present generation. അദ്ദേഹത്തിൻ്റെ സമയത്തും പോരാത്തതിന് ഈ സമയത്തുമുള്ള ലൈഫ് സ്റ്റൈലും കൃഷി രീതിയും കാര്യങ്ങളും എല്ലാം അദ്ദേഹം എന്ത് ചെയ്തു തൻ്റെ സ്പീച്ചിൽ പറഞ്ഞു. വാട്ട് വുഡ് ബി ദ ലൈക്ലി സ്പീച്ച് മെയ്ഡ് ബൈ ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ? റൈറ്റ് ദ സ്പീച്ച് യൂസിങ് ദ ഹിൻസ് ഗിവൺ ഇൻ ദ ബോക്സ് ബിലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എന്തായിരിക്കും? താഴെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഹിൻസ് ഉപയോഗിച്ച് സ്പീച്ച് തയ്യാറാക്കുക. അപ്പോൾ ഹിൻസ് പാസ്റ്റും പ്രസൻ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നത്, പ്രസൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ പാസ്റ്റിൽ ലിവ്ഡ് ബൈ വൺസ് ഓൺ ലേബർ, ഹാഡ് നോ ഡിസയർ ഫോർ വാട്ട് അതേഴ്സ് ഹാഡ് പ്രൊഡ്യൂസ്ഡ്, യൂസ്ഡ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്, നോട്ട് സെൽഫിഷ് ആൻഡ് വെയർ ജനറസ്. അപ്പോൾ സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. മറ്റുള്ളവർ പ്രൊഡ്യൂസ് നിർമ്മിച്ചിരുന്നതിൽ ഒരു ആഗ്രഹവുമില്ലായിരുന്നു. നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ സെൽഫിഷ് അല്ലായിരുന്നു, ജനറസ് അല്ലായിരുന്നു. ഓക്കെ, അടുത്ത പ്രസൻറ്റിൽ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. പ്രസൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ജലസ് ആൻഡ് ഗ്രീഡി, അസൂയ പിടിച്ചവരാണ് ഇപ്പോഴുള്ളത്. യൂസ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ്, നാച്ചുറലിന് പകരം കൃത്രിമമായിട്ടുള്ള മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. സെൽഫിഷ് ആൻഡ് സെൽഫ് സെൻറ്റേർഡ്, ഇപ്പോഴെല്ലാം സ്വന്തമായിട്ട് ആവശ്യം എന്ന രീതിയിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഇതാണ് സ്പീച്ച്. ഓണറബിൾ ഹിസ് മെജസ്റ്റി ആൻഡ് ദ കിങ് ആൻഡ് ദ കോർട്ടിയേഴ്സ്. അപ്പോൾ ഇത് സലോട്ടേഷനാണ്. സ്റ്റാർട്ടിങ്ങിൽ ആരൊക്കെ ഇരിക്കുന്നു അവരെ അഭിനന്ദിക്കൽ. അടുത്ത പാരഗ്രാഫ്. ഐ ആം വെരി ഹാപ്പി ദാറ്റ് ദ കോർട്ട് ഹാസ് ഡിസൈഡഡ് ടു ഫെസിലിറ്റേറ്റ് മീ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓണർ ഫോർ എ പേഴ്സൺ ലൈക്ക് മീ ആൻഡ് ഐ ആം ഓൺലി ഹാപ്പി ടു ഷെയർ വിത്ത് യു ദ ഡീറ്റെയിൽസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫാമിംഗ് ഡ്യൂറിങ് അവർ ടൈം. അറ്റ് ദാറ്റ് ടൈം മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ ലിവ്ഡ് ബൈ അവർ ഓൺ ലേബർ. No one coveted what others had produced. We used natural methods of cultivation. People were not selfish and self-centered, so they were much happier and healthier than the present generation. But what is going on now? People live by depending on others. Moreover, they are jealous and greedy. Now, farmers have a profit motive, so they use artificial methods of cultivation that lead to dreadful diseases. I don't want to prolong my speech. I convey my wholehearted gratitude to His Majesty, the King. Before I conclude, I have a humble request to King to promote natural methods of cultivation for the sake of all our people. Thank you all. അപ്പോൾ ഹിന്ദിയിൽ വായിച്ച അതേ കാര്യങ്ങളാണ് ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സ്പീച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബോക്സ്ഡ് ഡിസ്കോഴ്സാണ്. ബോക്സ്ഡ് ഡിസ്കോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ലെറ്ററി ഡയറി ഇല്ലേ, അതേപോലെ ബോക്സിൽ എഴുതേണ്ട ഒരു കാര്യമാണ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്കെല്ലാം സ്പീച്ച് എഴുതുമ്പോൾ ബോക്സ് വരയ്ക്കാൻ മറക്കരുത്. സിക്സ്ത് ആക്ടിവിറ്റി. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഗിവൺ ബിലോ. കമ്പയർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഓൾഡ് പേഴ്സൺ ആൻഡ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. 1 is done for you. അപ്പോൾ താഴെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് എന്ത് ചെയ്യുക? ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെയും ഓൾഡ് പേഴ്സണിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഓരോന്നും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓൾഡ് പേഴ്സണിന് പുവർ ഐസൈറ്റ് ആയിരിക്കും, ഗ്രാൻഡ് ഫാദറിന് എങ്ങനെയാണ്? ബ്രൈറ്റ് ഐസൈറ്റ് ആണ്. അപ്പം ഓൾഡ് പേഴ്സണിന് കാഴ്ച കുറവാണ്, ഗ്രാൻഡ് ഫാദറിന് കാഴ്ച നല്ല വ്യക്തമായി കാണാം. ഓൾഡ് പേഴ്സണിന് ബാക്കിയുള്ളത് ഡെഫാണ്, ഗ്രീഡി, ലേസി, അൺഹെൽത്തി, ഇറാഷണൽ, സെൽഫിഷ്, ടൂത്ത്ലെസ് ആൻഡ് ഇൻഡിസ്റ്റൻറ്റ് സ്പീച്ച്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന് എങ്ങനെയാണ്? ജനറസ് ആണ്, ഹെൽത്തി ആണ്, ക്ലിയർ സ്പീച്ച് ആണ്, ഷാർപ്പ് ഇയേഴ്സ് ആണ്, അൺസെൽഫിഷ് ആണ്, റാഷണൽ ആണ്, ഹാർഡ് വർക്കിങ്ങും സ്ട്രോങ്ങുമാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. യൂസിങ് ദ വേർഡ്സ് യു ഹാവ് ലിസ്റ്റഡ് റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഈച്ച് അബൌട്ട് ദ ഓൾഡ് പേഴ്സൺ ആൻഡ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. മുകളിൽ നമ്മൾ ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തി ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചും ഓൾഡ് പേഴ്സണിനെ കുറിച്ചും ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. അപ്പോൾ ഇതാണ് ഡിസ്ക്രിപ്ഷൻ. ആദ്യം ഓൾഡ് പേഴ്സണിനെ കുറിച്ച് നോക്കാം. ദ ഓൾഡ് പേഴ്സൺ ഹാസ് പുവർ ഐസൈറ്റ്. ഓൾഡ് പേഴ്സണിന് പുവർ ഐസൈറ്റ് ആണ്. He is greedy, lazy and unhealthy. He is rational and selfish. He is toothless and his speech is indistinct. He is deaf too. Okay. അടുത്ത ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ നോക്കുമ്പോൾ the great grandfather is a generous man with bright eyesight and sharp ears. He is hardworking and healthy. He is rational and unselfish. His speech is quite clear. Activity 7 നോക്കിക്കോളൂ. Read the words given in the bubble. Find out words that are related to the encircled words. Write them in the blank given. അപ്പം ബബിളിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. സീ, ഹിയർ, സ്മെൽ, ടേസ്റ്റ്. അതായത് കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്, സ്മെൽ ചെയ്യാൻ പറ്റുന്നത്, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് അല്ലാതെ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർഫ്യൂം, സെൻസ്, സൈറ്റ്, സ്വീറ്റ്, സോർ, വിസ്പർ, നോയ്സ്, ലുക്ക്. ഇതെല്ലാം എന്ത് ചെയ്യണം? നമുക്കിവിടെ അടയാളപ്പെടുത്തണം.
അപ്പോൾ ഇതാണ് ഉത്തരം. സിയിൽ വരുന്നത് സൈറ്റും ലുക്കും ഇതെല്ലാം കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹിയർ കേൾക്കുന്നതിൽ വിസ്പർ എന്ന് വെച്ചാൽ നമ്മൾ ചെവിയിൽ സംസാരിക്കില്ല പതുക്കെ, അത് നോയ്സ് എന്ന് വെച്ചാൽ ശബ്ദം കൂടുതൽ. സ്മെല്ലിൽ സെൻറ്റും പെർഫ്യൂമും. ടേസ്റ്റിൽ സ്വീറ്റും സോറും. എട്ടാമത്തെ ആക്ടിവിറ്റി നോക്കിക്കോളൂ. എട്ടാമത്തെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ, റീഡ് ദം യൂസിങ് ഹാർഡ്ലി. 1 ഈസ് ഡൺ ഫോർ യു. താഴെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അതെന്ത് ചെയ്യുക, ഹാർഡ്ലി എന്ന വാക്ക് ഉപയോഗിച്ച് മാറ്റി എഴുതുക. ഒന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ബട്ട് ദ മാൻ കുഡ് നോട്ട് സീ ഇറ്റ്. ഓക്കെ, കിങ് നമ്മളെ മാനിന്, അതായത് ഓൾഡ് പേഴ്സണിന് ഗ്രെയിൻ കാണിച്ചു കൊടുത്തു, പക്ഷേ അദ്ദേഹത്തിന് അത് കാണാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ഉത്തരം നോക്കിക്കോളൂ. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ബട്ട് ദ മാൻ കുഡ് ഹാർഡ്ലി സീ. കിങ് അദ്ദേഹത്തിന് ഗ്രെയിൻ കാണിച്ചു കൊടുത്തു, പക്ഷേ അദ്ദേഹത്തിന് വളരെ ഹാർഡായിട്ട്, വളരെ കഷ്ടപ്പെട്ടേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പം നോട്ട് സാധനം അല്ലെങ്കിൽ നോട്ടെന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അവിടെയാണ് നമ്മൾ ഹാർഡ്ലി ചേർക്കുന്നത്. ഹാർഡ്ലി ഉപയോഗിക്കുന്നത് നെഗറ്റിവിറ്റിയെ സൂചിപ്പിക്കാനാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് ഉത്തരങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ഫസ്റ്റ് നോക്കിക്കോളൂ. ദ ഓൾഡ് മാൻ വാസ് സോ ഡെഫ് ദാൻ ഹി കുഡ് നോട്ട് ഹിയർ വാട്ട് ദ കിങ് സെഡ്. ഇതിൽ നിങ്ങൾ നോക്കിക്കോളൂ. ദ ഓൾഡ് മാൻ വാസ് സോ ഡെഫ് ദാറ്റ് ഹി കുഡ് ഹാർഡ്ലി ഹിയർ വാട്ട് ദ കിങ് സെഡ്. അപ്പോൾ നോട്ട് വരുന്ന സ്ഥലങ്ങളിലാണ്, അല്ലെങ്കിൽ ആ ഒരു മീനിങ് വരുന്ന വാക്കുകളിലാണ് ഈ ഹാർഡ്ലി ചേർക്കുന്നത്. സെക്കൻഡ് നോക്കിക്കോളൂ. ദ വൈസ് മാൻ തോട്ട് ഫോർ എ ലോങ് ടൈം ബട്ട് കുഡൻറ്റ് മേക്ക് ഹെഡ് ഓർ ടെയിൽ ഓഫ് ഇറ്റ്. അതിൻ്റെ ഉത്തരം നോക്കിക്കോളൂ. ദ വൈസ് മാൻ തോട്ട് ഫോർ എ ലോങ് ടൈം ബട്ട് കുഡ് ഹാർഡ്ലി മേക്ക് ഹെഡ് ഓർ ടെയിൽ ഓഫ് ഇറ്റ്. കുഡിൻ്റെ എന്ന് കൊടുത്തിരിക്കുന്നത് കുഡും നോട്ടും കൂടി ഒരുമിച്ചാണ്. അതിൽ കുഡ് നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു, നോട്ടിനെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഹാർഡായിട്ട് എഴുതുന്നു. നെഗറ്റിവിറ്റി സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാർഡ്ലി ചേർക്കുന്നത്. അടുത്ത മൂന്നാമത്തത്. ദ ലേൺഡ് മെൻ പോണ്ടേർഡ് അഗൈൻ ആൻഡ് സെർച്ച്ഡ് ഇൻ ദെയർ ബുക്സ് ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എനിത്തിങ് അബൌട്ട് ഇറ്റ്. ആ ലേൺഡ് മെൻ എന്ത് ചെയ്യുന്നു, അവരുടെ ബുക്കുകളിലും കാര്യങ്ങളിലും എല്ലാം ആ ഗ്രെയിനിനെ കുറിച്ച് സെർച്ച് ചെയ്തു, പക്ഷെ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിന് ഉത്തരം നോക്കിക്കോളൂ. ദ ലേൺഡ് മെൻ പോണ്ടേർഡ് അഗൈൻ ആൻഡ് സെർച്ച് ഇൻ ദെയർ ബുക്സ് ബട്ട് കുഡ് ഹാർഡ്ലി ഫൈൻഡ് എനിത്തിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ കുഡ് നോട്ട് എന്ന് കൊടുത്തിരുന്ന സ്ഥലത്ത് നോട്ടിന് പകരമാണ് നമ്മൾ ഹാർഡ്ലി കൊടുത്തത്. അവിടെ ലാസ്റ്റ് നോക്കിക്കോളൂ. വി നോ നത്തിങ് ഓഫ് മണി ഇൻ അവർ ഓൾഡ് ഡേയ്സ്. ഇവിടെ നത്തിങ് എന്ന് കൊടുത്തിരിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, നെഗറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നത്. അതിന് നമ്മൾ മാറ്റി എഴുതുമ്പോൾ വി ഹാർഡ്ലി ന്യൂ എനിത്തിങ് ഓഫ് മണി ഇൻ അവർ ഓൾഡ് ഡേയ്സ്. അപ്പം നത്തിങ്ങിന് പകരം എനിത്തിങ് ആക്കുക. ഓക്കെ, ന്യൂ പാസ്റ്റ് ടെൻസിന് പകരം അതിന് മുൻപ് എന്ത് ചെയ്യുക, ഹാർഡ്ലി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. 9th ആക്ടിവിറ്റി നോക്കിക്കോളൂ. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. ദ ഗ്രെയിൻ വാസ് ആസ് ലാർജ് ആസ് എ ഹെൻസ് എഗ്. ഗ്രെയിൻ ഹെന്നിൻ്റെ എഗ്ഗിൻ്റെ എത്ര വലുതായിരുന്നു. ഇവിടെ വാസ് ആസ് ലാർജസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതാണ് നമുക്കിവിടെ ആവശ്യം. വി ക്യാൻ സ്പ്ലിറ്റ് ദിസ് സെൻറ്റൻസ് ഇൻറ്റു 2. ഈ സെൻറ്റൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നു. ആദ്യം സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ദ ഗ്രെയിൻ വാസ് ലാർജ്, അടുത്തത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ദ ഹെൻസ് എഗ് വാസ് ലാർജ്. അപ്പം ആസ് ലാർജസ് എന്ന് കൊടുത്തിരിക്കുന്ന അവിടെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദ ഗ്രെയിൻ വാസ് ലാർജ്, എ ഹെൻസ് എഗ് വാസ് ലാർജ്. അടുത്ത്, now find out the appropriate pair of sentences from the table and combine using as. 1 is done for you. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഈ ബോക്സിൽ നിന്നും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, അസ് വെച്ച് കമ്പൈൻ ചെയ്യുക. ഓക്കെ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ കമ്പൈൻ ചെയ്താൽ മതി. ഒന്നിവിടെ ചെയ്തിട്ടുണ്ട്. കിഷോർ ഈസ് ആസ് ടാൾ ആസ് ആനന്ദ്. ഇവിടെ കിഷോർ ഈസ് ടാൾ, ആനന്ദ് ഈസ് ടാൾ. ടാളെന്ന് കൊടുത്തിരിക്കുന്നത് ഒരുമിച്ചായതുകൊണ്ട് നമ്മളതിനെ ഒരുമിച്ച് എഴുതി. കിഷോർ ആനന്ദിൻ്റെ അത്ര വലുതാണ്. കിഷോർ ഈസ് ആസ് ടാൾ ആസ് ആനന്ദ്. ഈ ബാക്കി നമുക്ക് ചെയ്യാം. അടുത്ത രണ്ടാമത്തത്. നിതിൻ ഈസ് ആസ് യങ് ആസ് അതുൽ. മൂന്നാമത്തത്. ടിൻഡു ലൂക്ക റൺസ് ആസ് ഫാസ്റ്റ് ആസ് എ ഡിയർ. എ ജാസ്മിൻ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് എ ലോട്ടസ്. എ ഗ്രെയിൻ ഈസ് ആസ് സ്മാൾ ആസ് ആൻ ആൻഡ്. ഓക്കെ, അപ്പം ഒരേപോലത്തുള്ള വാക്കുകൾ രണ്ടെണ്ണം ഒരുമിച്ച് വരുമ്പോഴാണ് അസ് വെച്ച് നമ്മളതിനെ കമ്പൈൻ ചെയ്തത്. അപ്പോൾ ക്വസ്റ്റ്യനും ഈ ആൻസറുകളും നിങ്ങൾ ഒരുമിച്ച് വെച്ച് വായിച്ച് നോക്കുക, നിങ്ങൾക്കത് കൂടുതൽ എളുപ്പമായിരിക്കും.